സംസ്ഥാനത്തെ ബീവറേജുകളിൽ വലിയ നീണ്ട നിരയാണ്, വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ തിരക്കൊക്കെ ഒന്ന് കുറയ്ക്കണം, ബെവ്കോയുടെ വരുമാനം കൂട്ടണം. അതിനുവേണ്ടി ബെവ്കോ ഒരു ശുപാർശ സർക്കാരിന് മുമ്പാകെ വെച്ചിരുന്നു. ഓൺലൈനായിട്ട് മദ്യം വീടുകളിൽ എത്തിച്ച് നൽകുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ ഡെലിവറി. അപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ബെവ്കോ MD അർഷിത അട്ടല്ലൂരി ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുകയാണ്. മാം, അങ്ങനൊരു ശുപാർശ സർക്കാരിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മദ്യം ഓൺലൈനായിട്ട് നൽകാൻ കഴിയുന്നൊരു ക്രമീകരണം വേണം, അങ്ങനൊരു ശുപാർശയിലേക്ക് ബെവ്കോ പോകാനുള്ളൊരു തീരുമാനം എന്താണ്? ഇതൊരു പുതിയ പ്രപ്പോസൽ അല്ല, 3 വർഷങ്ങളായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ലാസ്റ്റ് മന്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ബേസിക്കലി ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ കാരണങ്ങൾ തന്നെയാണ്. വലിയൊരു തിരക്കാണ് നമ്മൾ അനുഭവപ്പെടുന്നത് നമ്മുടെ ഷോപ്സിൽ. പിന്നെ വരുമാനം കൂടും. ഈ തിരക്കിലുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഭാഗമെങ്കിലും വീട്ടിൽ നിന്ന് ഇവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയും തിരക്ക് കാണില്ല. കസ്റ്റമർ കൺവീനിയൻസ് കൂടും, പ്ലസ് ഞങ്ങളുടെ റവന്യൂവും കൂടും. ഇതിപ്പോൾ സർക്കാരിൻ്റെ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ലഹരി വർജനം അല്ലെങ്കിൽ ലഹരിയെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനിടയിൽ മദ്യം കൂടി ഓൺലൈനായിട്ട് ഈസി ആക്സസിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുമല്ലോ. അതിനോടൊരു പ്രതികരണം എന്താണ്? ഈസി ആക്സസിൻ്റെ കാര്യമല്ല. ഇപ്പോൾ ഈ നമുക്ക് ഇത്രയും ഷോപ്സ് ഉണ്ട്. ഷോപ്പിലേക്ക് പോയി നമുക്ക് വാങ്ങാം. ബാർസ് ഉണ്ട്, 900 ബാർസാണ് നമുക്ക് നാട്ടിലുള്ളത്. അവിടെയും പോയി മദ്യപിക്കുന്നവരുണ്ടല്ലോ. ഇത് ബേസിക്കലി ആവശ്യമുള്ളവർ ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്യും, ആവശ്യമില്ലാത്തവർ ചെയ്യില്ല. നമുക്ക് പല കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ സേഫ്റ്റി പിൻ തൊട്ട് കാർ വരെ നമുക്ക് എല്ലാം ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നു. പക്ഷേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങുന്നത്, ഇല്ലാത്ത സാധനം നമ്മൾ വാങ്ങാറില്ലല്ലോ. ഇപ്പോൾ ഗോൾഡ് ഓൺലൈൻ കിട്ടുന്നുണ്ട്. So the whole point is basically, this is a legal business. അപ്പോൾ ഇതിനകത്ത് ലീഗലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് ഒരു കസ്റ്റമറിനെ ഇത് വാങ്ങാനുള്ള എല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്തിരിക്കണം. ഇതിപ്പോൾ ലീഗലായിട്ടുള്ള സാധനം തന്നെ നാം പറഞ്ഞു. പക്ഷേ ഇത് ലീഗലായിട്ടുള്ള വാങ്ങുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിലെ ആളുകൾ പോകും. അതിപ്പോൾ കൂടുതലായിട്ടുള്ള ഒരു അക്രമ സ്വഭാവങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടും ഉയർന്നു വരും ഇത് ഉപയോഗിക്കാത്ത ആളുകളിൽ. അപ്പോൾ അങ്ങനെ വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിനും എന്താണ് മറുപടി? ബേസിക്കലി ബെവ്കോ പറയുന്നത് എപ്പോഴും ഒരു കാര്യം മാത്രമാണ്, ഡ്രിങ്ക് റെസ്പോൺസിബിളി. അത് മാത്രമാണ് ഞങ്ങൾ പറയാനുള്ളത്. ഈ സൊസൈറ്റിയിൽ ആൽക്കഹോളിസം പാടില്ല, പിന്നെ ക്രിമിനാലിറ്റി എന്തായാലും പാടില്ല. പക്ഷേ ഇതിൻ്റെ ഈ മാറ്റങ്ങൾ, ഈ ആൽക്കഹോളിലായാലും ശരി, ഡ്രഗ്സ് ആയാലും ശരി, ഓഫ് കോഴ്സ് ഡ്രഗ്സ് ഇസ് എ മച്ച് ബിഗർ ഒരു ഏരിയയാണ്. ഇതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ദ സ്കൂൾസ് ആൻഡ് കോളേജസ് ഹാവ് ടു ടേക്ക് ദാറ്റ് എഫേർട്ട്, ദ ഫാമിലീസ് ഹാവ് ടു ടേക്ക് ദാറ്റ് എഫേർട്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇപ്പോൾ ഞാനൊരു പോലീസ് ഓഫീസറാണ്, ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ഇറ്റ്സ് എ ലീഗൽ തിങ്. ഇപ്പോൾ ഇതിന് നമ്മളൊരു മദ്യം വാങ്ങുന്ന ആളെ നമ്മളൊരു കുറ്റക്കാരനാണ്, ഒരു ക്രിമിനലാണ് എന്ന് പറയുന്നത് അത് ശരിയല്ല. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അക്കോർഡിംഗ് ടു ദ ലോ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വരുമാനം കൂടും എന്നുള്ളൊരു ശുപാർശ ബെവ്കോ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്നു, അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ മദ്യവർജനത്തിന് വേണ്ടി ശ്രമിക്കുന്ന സർക്കാർ ഈ ഒരു സമയത്ത് ബെവ്കോയുടെ ശുപാർശ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബേസിക്കലി ഞങ്ങൾ ഇപ്പോൾ ഞാൻ CMD ബെവ്കോയാണ്. എനിക്ക് കോർപ്പറേഷൻ്റെ കാര്യം എനിക്ക് നോക്കണം. അപ്പോൾ ഞാനൊരു പ്രപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എല്ലാ പെർസ്പെക്റ്റീവ്സിൽ നോക്കിയിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് തരുമായിരിക്കും. പക്ഷേ ഗവൺമെൻറ് പല പ്രപ്പോസൽസ് ഇങ്ങനെ അയക്കാറുണ്ട്. ഓരോ സമയത്ത് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടാം. സോ ഞങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇങ്ങനൊരു ചർച്ച വന്നപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ പിന്തുണയുണ്ട്. കാരണം നമ്മുടെ ഈ സ്വിഗ്ഗി പോലെയുള്ള ഓൺലൈൻ ഡെലിവറിയിൽ ഇങ്ങനെ സാധനം കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ വലിയ സ്വീകാര്യത ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ചില അതിനെതിരായുള്ള വിമർശനങ്ങളും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, ഞാൻ പറയുന്നത് ഇത് നെഗറ്റീവ് ഒരു നെഗറ്റിവിറ്റിയും എനിക്ക് കാണില്ല. കാരണം എല്ലാ സേഫ് ഗാർഡ്സ് വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. വീട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന സമയത്ത് ആ വാങ്ങുന്ന ആളുടെ ഏജ് പ്രൂഫ് നോക്കിയിട്ടാണ് ഇത് ഡെലിവറി ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് വീണ്ടും തുടരാൻ പോകുന്നത്. ഇതിനെ കൊണ്ട് കൂടുതൽ ആൾക്കാർ മദ്യപിക്കുമെന്നോ അല്ലെങ്കിൽ കുട്ടികൾ പിന്നെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമെന്നാണോ എന്നെ ഒരു ആശങ്ക കറക്റ്റല്ല. അപ്പോൾ എന്തായാലും വരുമാനം കൂട്ടുക എന്നുള്ളതും ബെവ്കോയിലെ തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഇതിലൂടെ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ? അതെ. അപ്പോൾ എന്തായാലും ബെവ്കോയിലെ തിരക്ക് കുറയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതോടൊപ്പം തന്നെ ബെവ്കോയുടെ വരുമാനം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ അത് അനുസരിച്ചുള്ള ഒരു ശുപാർശയാണ് സർക്കാരിന് മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അത് സർക്കാർ എത്ര കണ്ട് അംഗീകരിക്കുമെന്ന് അറിയില്ല. പക്ഷേ ബെവ്കോ ഒരു ശുപാർശ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബെവ്കോ MD അർഷിത അട്ടല്ലൂരി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്തായാലും അതിലൂടെ ബെവ്കോയുടെ വരുമാനം കൂട്ടാമെന്നുള്ള പ്രതീക്ഷയും അർഷിത അട്ടല്ലൂരി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് രാജീവിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.